ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും പറയുന്നില്ല ഇത് എന്റെ ഇനി മൈക്ക് ഞാൻ പറയുന്നതിനിടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യരുത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നാണ് പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങള് എല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ മെമ്മോറിയൽ എന്നൊരു സിദ്ധാന്തം പ്രൊട്ടസ്റ്റന്റിൽ ഒരു വിഭാഗത്തിനുണ്ട്. ഇറ്റ്സ് എ വ്യൂ, ലോർഡ് സപ്പറിനെ കാണുന്ന ഒരു വ്യൂ ആണ്, മെമ്മോറിയൽ ആണ്, ഇത് ഓർമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞത് അത് ഗ്രീക്കിലെ ഒരു പദമാണ്. അത് അനാംനെസിസ് എന്നുള്ള പദമാണ്. ഈ അനാംനെസിസ് എന്ന പദത്തിന്റെ അർത്ഥം വളരെ വിപുലമായ ഒന്നാണ്. അത് കേവലമായിട്ടൊരു റിമൈൻഡിങ്, ഒരു ഓർമ്മയ്ക്കോ വേണ്ടി ചെയ്യുന്നതല്ല. ഈ സമയം എന്ന് പറഞ്ഞാല് അത് ഈ ക്രോണോസും ഉണ്ട്, കൈറോസും ഉണ്ട്. സമയം രണ്ട് വിധത്തിലുണ്ട്. ഈ ക്രോണോസ് എന്ന് പറയുന്നത് നമ്മുടെ കലണ്ടറിലെ സമയമാണ്, അതായത് നേർരേഖയിൽ പോകുന്ന സമയം, ഋജുവായിട്ട് പോകുന്ന. ക്രോണോളജി എന്നുള്ള വാക്ക്, ക്രോണിക്കിൾ എന്നുള്ള വാക്ക്, അതൊക്കെ ആ പദത്തിൽ നിന്ന് വരുന്നത് ഗ്രീക്ക് പദമാണ് ക്രോണോസ്. അതൊരു ദേവനുമായിട്ട് ബന്ധപ്പെട്ട, അത് മറ്റൊരു വിഷയം. കൈറോസ് എന്ന് പറഞ്ഞാൽ അത് സമൃദ്ധമായിട്ടുള്ള ഒരു സമയമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അനാംനെസിസ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം നമ്മളെ അത് ആ തലത്തിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിശുദ്ധ കുർബാന ഒരിക്കലും ആവർത്തിക്കപ്പെടുന്നില്ല, ഒറ്റ കുർബാനയുള്ളൂ. ആ കുർബാന എന്ന് പറഞ്ഞാൽ ആ മാളിക മുറിയിൽ കർത്താവായ യേശുക്രിസ്തു അപ്പം നുറുക്കി കൊടുത്താണ്. ആ സെയിം കുർബാനയാണ് ലോകമെമ്പാടുമുള്ള പള്ളികളിൽ ഈ 2000 വർഷമായിട്ട് നടക്കുന്നത്. അല്ലാതെ ഡിഫറന്റ് കുർബാനയില്ല, ഒറ്റ കുർബാനയുള്ളൂ. അതുകൊണ്ടാണ് അതേ സ്ഥാപന വചനം ചൊല്ലിക്കൊണ്ട് ഇത് എന്റെ ശരീരമാകുന്നു. ഇത് ഒരിക്കലും ഇതിനെ ഓർക്കുകയോ അതിനെ അനുകരിക്കുകയോ ചെയ്യുന്നതല്ല. ഇവിടെ പട്ടക്കാരൻ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിക്കുമ്പോൾ ഈ സമൂഹം, ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമൂഹം മുഴുവൻ കൈറോസിൽ, അവിടെ മാളികമുറിയിലാണ്. അതുകൊണ്ടാണ് ആ രാത്രിയിൽ എന്ന് പൗലോസ് അവിടെ ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നത്. ഇനി അത് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചിന്തിക്കുക. പൗലോസ് ലീഗ ഇത് സംഭവിക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു. പൗലോസ് ലീഗ പിന്നീട് മാത്രം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നയാളാണ്. പക്ഷെ 11 ശിഷ്യന്മാരും യേശുക്രിസ്തുവും ആ മാളിക മുറിക്കകത്തിരുന്ന് ചെയ്ത കാര്യത്തിൽ പൗലൂസ് എന്ന ഞാൻ കേഫാവിൽ നിന്ന് കേട്ടറിഞ്ഞത് എന്തെന്നാൽ, അല്ലെങ്കിൽ യോഹന്നാൻ ശ്ലീഹായിൽ നിന്ന് കേട്ടറിഞ്ഞത് എന്തെന്നാൽ എന്നല്ല പറയുന്നത്, മറിച്ച് ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചു. എന്താണ്? ഈ വിശുദ്ധ കുർബാന ഞാൻ പ്രാപിച്ചത് കർത്താവിങ്കൽ നിന്നാണ്. അപ്പൊ ഇത് തന്നെയാണ് വന്ധ്യപട്ടക്കാരന്റെ കൈകളിൽ നിന്ന് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കുന്നത് എവിടുന്നാണ്? കർത്താവ് ഈശോമിശിഹായുടെ കയ്യിൽ നിന്നാണ്. അതായത് കൈറോസിലാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് യാചിക്കേണ്ട സമയം ഇതാ, മോചിക്കുന്ന നാഴിക ഇത് തന്നെ കരുണാസമയം, ഇത് തന്നെ നമസ്കാരത്തിന് സമയം. അത് ക്രോണോളജിക്കൽ ടൈമിനെ അല്ല പറയുന്നത്, അത് കൈറോസിൽ നമ്മൾ അവിടേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ അനാംനെസിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നല്ല, മലയാളത്തിൽ പറഞ്ഞാൽ എന്റെ ഓർമ്മയിൽ ചെയ്യുവീൻ എന്നാണ്. എന്റെ ഓർമ്മയിൽ കർത്താവ് ഈശോമിശിഹായുടെ ഓർമ്മ ജ്വലിച്ചു നിൽക്കുന്ന ആ രാത്രിയിൽ. അപ്പൊ ആ ഓർമ്മയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ സ്മരണയിൽ നമ്മൾ ആവുകയാണ്, എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാന്ന്, കർത്താവിന് ഇവിടെ ആരും മറന്നുപോയിട്ടില്ല. മറവി രോഗം ബാധിച്ചിട്ടോ യേശുവിനെ മറന്നുപോയി എന്നൊന്ന് ഓർത്തേക്കാം. അങ്ങനെയല്ല, കർത്താവിന്റെ സ്മരണയിൽ. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷ ഭാഗം വിശുദ്ധ കുർബാനയിൽ വായിക്കുന്നത്. സുവിശേഷ ഭാഗം വായിക്കുകയും പ്രസംഗിക്കുകയും മറ്റ് ഗീതങ്ങളും പ്രാർത്ഥനകളും എല്ലാം ആ കർത്താവിന്റെ ഓർമ്മയെ ജ്വലിപ്പിക്കുകയാണ്. കർത്താവിന്റെ ഓർമ്മയിലാണ് സഭ ഈ സാക്രമെന്റിനെ സ്വീകരിക്കുന്നത്. അത് കേവലം ഒരു അനുകരണമല്ല, അത് കേവലം ഒരു റിപ്പീറ്റേഷൻ അല്ല, അതൊരു ആവർത്തനമല്ല, അതൊരു അനുകരണമല്ല, മറിച്ച് അതൊരു അനുഭവമാണ്. എന്തനുഭവമാണ്? കൈറോസിൽ നമ്മൾ കർത്താവ് ഈശോമിശിഹായുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അത് വാങ്ങുന്നത്. അപ്പൊ കർത്താവ് ഈശോമിശിഹ പറയുന്നത് ഇത് എന്റെ ശരീരമാകുന്നു. ഒരു സംശയവുമില്ല, അസർട്ടീവായിട്ട് ഇത് എന്റെ ശരീരം, ദിസ് ഈസ് മൈ ബോഡി. അതാണ് ഒറിജിനൽ വിശുദ്ധ കുർബാന. ഇതാണ് അപ്പോസ്തോലിക സഭകൾ ചെയ്യുന്നത്. അതിനെ നിങ്ങൾ അനുകരിക്കുന്നു, അവഹേളിക്കുന്നു, ആക്ഷേപിക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു, പിന്നെ തെറ്റിദ്ധരിക്കുന്നു, പിന്നെ ഓർമ്മയ്ക്കാണെന്ന് പറയുന്നു. അത് വളരെ ദയനീയമാണെന്ന് പറയാൻ. അതുകൊണ്ട് ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം.
പക്ഷെ എനിക്ക് മനസ്സിലായില്ല, ഓർമ്മയ്ക്കാതെ ഓർമ്മിച്ചുകൊണ്ട് ചെയ്യുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ യേശുവിന്റെ ക്രൂശ് മരണത്തെ അല്ല നമ്മൾ അവിടെ അല്ല ഓർമ്മിക്കുന്നത്. സഹോദര, അല്ലാതെ യേശു ഞാൻ അവിടെ ചോദിക്കട്ടെ, യേശു അവിടെ യേശു ചെയ്ത യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പല്ലേ വിശുദ്ധ കുർബാന സ്ഥാപിച്ചേ? അതോ കുരിശ് മരിച്ചു കഴിഞ്ഞിട്ടാണ്? അല്ല, അവന് എന്താ കുരിശുകാരനാണോ ഓർക്കുന്നത്? യേശുവിനെ ഓർക്കും. അവന്റെ ശരീരം തകർപ്പെട്ടതൊക്കെ ക്രൂശിലല്ലേ, അതിനു മുമ്പല്ലല്ലോ. അതിനു മുമ്പ് പക്ഷെ അവരോട് പറയാണ് ഇത് സംഭവിക്കാൻ പോകുന്നു, ആ ക്രൂശ് മരണവും എന്റെ രക്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊരിയാൻ പോകുന്നു, ആ ഓർമ്മയ്ക്ക് എന്താണ് സംഭവിക്കാൻ യേശുവിന്റെ ഓർമ്മയിൽ ചെയ്യുന്നതും ഓർമ്മയ്ക്കായി ചെയ്യുന്നതും നമ്മൾ എന്തിനാണ് തിരുവത്താഴ് ആക്ച്വലി ആചരിക്കുന്നത്? എന്തിനാണ്? ഞാൻ പറയട്ടെ ഞാന് സഹോദരൻ ഈ വിഡ്ഢിത്തം പറയുന്നുണ്ട്. വെള്ളത്തിൽ കരയുന്നതും വെള്ളത്തിനായി കരയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? അല്ല, എനിക്ക് ചോദിക്കാതെ നമ്മൾ എന്തിനാണ് നിങ്ങൾക്ക് മലയാളം നിങ്ങൾക്ക് മലയാളം അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ മലയാളം ട്യൂഷൻ എടുക്കാം. ഞാൻ പറഞ്ഞു ഓർമ്മയിൽ ചെയ്യുക ഓർമ്മയ്ക്കായി ചെയ്യുക തമ്മിൽ വ്യത്യാസമില്ലെന്ന് ടോമ് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാണ്, വെള്ളത്തിൽ കരയുന്നു വെള്ളത്തിനായി കരയുന്നു, ഈ രണ്ടും തമ്മിൽ സെയിം ആണോ? അതിനൊരു ഉത്തരം പറയാം. വേറെ ഒന്നും ഉത്തരം പറയല്ലേ, അതിന് വേണം ഉത്തരം പറയാം. രണ്ടും വ്യത്യാസമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല, അത് തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് പറ. വെള്ളത്തിൽ കരയുന്നു വെള്ളത്തിനായി വെള്ളത്തിൽ കരയുന്നു വെള്ളത്തിനായി കരയുന്നു, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞേ. വെള്ളത്തിൽ കരയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടന്ന് കരയുന്നു, വെള്ളത്തിനായി കരയുന്നു പറഞ്ഞാൽ ദാഹിച്ച് കരയുന്നു. അല്ല, വെള്ളത്തിന് വേണ്ടി കരയുന്നു അല്ലെ? നമ്മള് വെള്ളം പറയട്ടെ. അപ്പൊ ഓർമ്മയിൽ ചെയ്യുന്നതും ഓർമ്മയ്ക്കായി ചെയ്യുന്നതും വ്യത്യാസം ഇപ്പൊ